ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയെ പൂർണ്ണമായി കീഴടക്കാനുള്ള സൈനിക നീക്കങ്ങൾക്കാണ് ഇസ്രയേൽ ഇപ്പോൾ ഒരുങ്ങുന്നത്. ഈ നീക്കങ്ങൾ ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തുന്നു. ഇസ്രയേലിന്റെ ഈ ആക്രമണങ്ങൾ പല അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക തത്വങ്ങളെയും ലംഘിക്കുന്നതായി വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ സൈന്യം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇത് ഗാസയിലെ ജനങ്ങളുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന ആരോപണങ്ങളും ശക്തമാണ്. സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇസ്രയേൽ ഇപ്പോൾ കൂടുതലും നടത്തുന്നത്. ഏകദേശം 50,000-നും 60,000-നും ഇടയിൽ റിസർവ് സൈനികരെ കൂടി സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ ഇസ്രയേൽ പദ്ധതിയിടുന്നു. ഇതൊരു വലിയ കരസേനാ നീക്കത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് കരുതുന്ന ജനസാന്ദ്രതയേറിയ മേഖലകളിലേക്കാണ് ഇസ്രയേൽ കടന്നു കയറാൻ ശ്രമിക്കുന്നത്. ഈ മേഖലകളിൽ സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിനാൽ ഈ സൈനിക നീക്കം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. സിവിലിയന്മാർക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതായി ഇസ്രയേൽ സൈന്യവും അറിയിച്ചു. ഗാസയിലെ ഏറ്റവും വലിയ നഗരമായി ഇവിടെ ലക്ഷക്കണക്കിന് പലസ്തീനികളാണ് താമസിക്കുന്നത്. നഗരം പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി ഗാസയിലെ കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർക്കാനും ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കാനും സാധ്യതയുണ്ട്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നിരവധി പ്രദേശങ്ങളിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ പ്രദേശങ്ങൾ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഗാസ സിറ്റിയിലെ വിശാലമായ തുരങ്കങ്ങൾക്കുള്ളിൽ ഹമാസ് ബന്ദികളെ പാർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത്. ഈ സൈനിക നീക്കം ബന്ദികളുടെ ജീവന് ഭീഷണിയാകുമെന്ന് ഇസ്രയേൽ സൈന്യത്തിനുള്ളിൽ നിന്ന് പോലും എതിർപ്പുകളും ഉയർന്നിട്ടുണ്ട്. ബന്ദികളുടെ കുടുംബങ്ങളും ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഹമാസുമായി ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ഈ പ്രഖ്യാപനം നടത്തിയതും. 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെ യുദ്ധം തുടരാനാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിച്ചത്. ഹമാസ് സമ്മർദ്ദത്തിലാണെന്നും ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കുമെന്നും നെതന്യാഹു പറയുന്നു. ഇത് സമാധാന ശ്രമങ്ങൾക്കും നയതന്ത്രപരമായ പരിഹാരങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചിട്ടും ഇസ്രായേൽ അത് നിരസിച്ചു. ഗാസയിലെ ജനങ്ങൾ കടുത്ത മാനസിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം എന്നിവയുടെ ലഭ്യത തീരെ കുറവാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം ഭക്ഷണം കാത്തുനിന്ന 22 പേരടക്കം 56 പേർ കൊല്ലപ്പെട്ടു. 185 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 62,122 കടന്നു. പട്ടിണി മരണങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. പട്ടിണി മൂലം 3 പേർ കൂടി മരിച്ചതോടെ പട്ടിണി മരണം 112 കുട്ടികളടക്കം 269 കൂടാതെ വിമാനത്തിൽ നിന്ന് താഴേക്കിട്ട ഭക്ഷണപ്പൊതി ദേഹത്ത് വീണ് ഒരു വൃദ്ധൻ മരിച്ച ദാരുണ സംഭവം ഉണ്ടായി. ഭക്ഷണം കാത്തു നിൽക്കുന്നവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2000 കടന്നു. ഈ കണക്കുകൾ ഗാസയിലെ ജനങ്ങൾ എത്രത്തോളം ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേൽ സൈനിക നീക്കം കൂടുതൽ ശക്തമാക്കിയതോടെ പലായനം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഈജിപ്ത് സീനായ് മരുഭൂമിയിൽ സൈനിക വിന്യാസവും വർദ്ധിപ്പിച്ചു. പലായനം ചെയ്യുന്ന പലസ്തീനികൾ അതിർത്തി കടന്ന് ഈജിപ്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ഈജിപ്ത് കരുതുന്നു. വടക്കൻ സീനായിൽ 40,000 സൈനികരെയാണ് ഈജിപ്ത് നിർത്തിയിരിക്കുന്നത്. ഇത് മേഖലയിലെ സംഘർഷം എത്രത്തോളം രൂക്ഷമാണെന്നും സൂചിപ്പിക്കുന്നു. ഗാസയിലെ യുദ്ധം കേവലം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിനപ്പുറം വ്യാപിപ്പിക്കുന്നുണ്ട്. പല അന്താരാഷ്ട്ര കോർപ്പറേഷനുകളും ഈ യുദ്ധത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളികളാണെന്ന ആരോപണങ്ങളും ഉയർത്തിയിട്ടുണ്ട്. വംശഹത്യ നടത്താൻ തൊഴിലെടുക്കില്ല എന്ന ബാനറുകൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം കമ്പനികൾ യുദ്ധങ്ങളിൽ പാലിക്കേണ്ട ധാർമ്മിക നിലപാടുകളെക്കുറിച്ച് വലിയ ചർച്ചകൾക്കും തുടക്കമിട്ടു. ഗാസയിലെ നിലവിലെ സാഹചര്യം വളരെ സങ്കീർണമാണ്. ഇസ്രയേലിന്റെ സൈനിക ആക്രമണങ്ങൾ, ഹമാസിന്റെ നിലപാടുകൾ, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലുകൾ, മാനുഷിക ദുരന്തങ്ങൾ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സമാധാന ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നതും ആക്രമണങ്ങൾ തുടരുന്നതും ഗാസയിലെ ജനങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുകയാണ്. എത്ര കാലം ഈ യുദ്ധം തുടരുമെന്നോ ഈ ദുരന്തത്തിന് എന്ന് അറുതി വരുമെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ലോകം ഈ ദുരന്തം നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോൾ ഗാസയിലെ ജനങ്ങളുടെ ദുരിതം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.